വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മനുഷ്യരെ വീണ്ടും വിഭജിക്കുകയാണ് യോഗിയുടെ പോലീസ്. ഹോളി ദിനമായ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് യോഗിയുടെ പോലീസ് പറയുന്നത്. അന്നേ ദിവസത്തെ ജുമുഅ നമസ്കാരം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് യോഗിയുടെ പോലീസ്. ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ കോട്ട്വാലി സർക്കിൾ ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടറായ അനിൽ ചൌധരിയുടേതാണ് വിവാദ ഉത്തരവ്. വെള്ളിയാഴ്ച ഹോളിയായതിനാൽ നിങ്ങൾ നിറങ്ങൾ ഇഷ്ടമില്ലാത്തവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നാണ് കോട്ട്വാലി സർക്കിൾ ഇൻസ്പെക്ടറായ അനിൽ ചൌധരിയുടെ ഉത്തരവ്. ഹോളി വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. എന്നാൽ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നമസ്കാരം അഥവാ ജുമുഅ നമസ്കാരം വർഷത്തിൽ 52 തവണ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അതുകൊണ്ട് ഒരു ആഴ്ചയിൽ നമസ്കാരം മുടങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് നടപടിയെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. ഇതേ സംഭവത്തിലായിരുന്നു അടുത്തിടെ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷാഹി ജുമാ മസ്ജിദ് പൊളിച്ചു നീക്കാനുള്ള ശ്രമത്തിനിടയിൽ ഏതാനും മുസ്ലിങ്ങൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അന്ന് അവരുടെ വാദം പഴയൊരു അമ്പലം പൊളിച്ചാണ് അവിടെ 17-ാം നൂറ്റാണ്ടിൽ പള്ളി പണിതത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംബാലിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ ഹോളിയോടനുബന്ധിച്ച് കലാപങ്ങൾ ഉണ്ടാവരുത് എന്ന് കരുതി സർവകക്ഷി യോഗം വിളിച്ചത്. എന്നാൽ ഈ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് കോട്ട്വാലി CI ആയ അനിൽ ചൌധരി ഈ വർഗീയ വിഷം തുപ്പിയത്. ഇത്തരത്തിലൊരു രാജ്യത്തെ ജനതയെ ഹിന്ദു എന്നും മുസൽമാൻ എന്നും ക്രിസ്ത്യാനി എന്നും ഒക്കെ തരംതിരിച്ച് നിയമപാലനം നടത്തുന്ന ഒരു വർഗീയവാദി, ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു നീതിപാലകനിൽ നിന്നും എങ്ങനെയാണ് അവിടുത്തെ ഹിന്ദുവല്ലാത്ത ഉയർന്ന ജാതിയിൽപ്പെട്ടവരല്ലാത്ത ജനങ്ങൾക്ക് നീതി ലഭിക്കുക? ഒന്നുകിൽ ഭരണകൂടം നിഷ്പക്ഷമായിരിക്കണം, അല്ലെങ്കിൽ നിയമപാലകരെങ്കിലും. അതെങ്ങനെ ഉണ്ടാവുമല്ലേ? നാട്ടു വളഞ്ഞാൽ മോന്തായം തന്നെ ചിരിഞ്ഞു പോകും. ഒരു വലിയ വിഭാഗം ഇന്ത്യയിലെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ല ഇന്ത്യ ഇപ്പോഴേ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുമ്പോൾ, ഒരു ചെറിയ വിഭാഗത്തിന് എങ്ങനെയാണ് ഇന്ത്യയെ സമ്പദ്സുന്ദരമായ ജനാധിപത്യ രാജ്യമാക്കാൻ കഴിയുക? വസന്തത്തെ വരവേറ്റുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും വടക്കൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് ഹോളി. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും വടക്കൻ സംസ്ഥാനങ്ങളിലെ അത്ര വർണ്ണപ്പൊലിമ ഹോളിക്കുണ്ടാകാറില്ല. ഹോളി സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും നിറങ്ങളുടെയും ഒക്കെ ആഘോഷമായിരുന്നു. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം കൂടിയായിരുന്നു ഹോളി. വിവിധതരം ജനങ്ങൾ, വിവിധ സംസ്കാരമുള്ള ജനങ്ങൾ, അവർക്കൊന്നിക്കാനും സ്നേഹിക്കാനും സ്നേഹം പങ്കുവെക്കാനുമുള്ള അവസരമായിരുന്നു ഹോളി. ജാതിയും വംശവും കണക്കിലെടുക്കാതെ ആളുകൾക്ക് ഒത്തുചേരാനുള്ള നല്ലൊരു അവസരമായിരുന്നു അത്. ഈ ഹോളിക്ക് ഭഗവാൻ കൃഷ്ണന്റെയും രാധയുടെയും ജീവിത നിറങ്ങളുമായും ബന്ധമുണ്ട്. സാമൂഹിക ഉച്ചനീതിത്വങ്ങൾക്ക് മേൽ അവർ വാരിയെറിഞ്ഞ നിറങ്ങൾ കൂടിയായിരുന്നു ഹോളിയിലൂടെ വാരി വിതറുന്നത്. 2 നിറങ്ങളായിരുന്ന രാധയെയും കൃഷ്ണയെയും ഒരേ നിറത്തിലേക്ക് മാറ്റപ്പെട്ട ഏക മനോഭാവത്തിന്റെ വർണ്ണപ്പൊടികൾ കൂടിയായിരുന്നു ഹോളി. ഇന്ന് അതെല്ലാം തലക്കീഴ്മേലായി മറിയുന്നു. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള വിഷലിപ്തമായ വെറും സിന്തറ്റിക് പൗഡറുകളായി മാറുന്നു ഹോളിയുടെ നിറങ്ങൾ. എല്ലാവരുടെ മുഖത്തിന് നേരെയും ഒരു കൽമശവും കൂടാതെ വാടിയെറിഞ്ഞിരുന്ന ആ സാഹോദര്യത്തിന്റെ നിറങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ജനതയോട് മാറി നിൽക്കാൻ പറയുന്നു. ആ നിറങ്ങൾ കാണാനും ആ വർണ്ണങ്ങൾ വാരിവിതരാനും മുസ്ലിങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് യോഗിയുടെ പോലീസ് പറയുന്നത്. എന്തൊരു അസഹിഷ്ണുതയാണിത്! വർഷത്തിൽ 52 ജുമയുണ്ട്, അതുകൊണ്ട് ഹോളിയുടെ ദിവസം അത് വേണ്ട എന്ന് പറയുന്നവർ വർഷത്തിൽ 365 ദിവസം നമസ്കാരമുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ പള്ളിയിൽ പോകാൻ പുറത്തിറങ്ങരുതെന്നും പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതായി വരില്ലേ? മുസ്ലിങ്ങൾ ജുമ നമസ്കരിക്കുന്നത് കൊണ്ട് ഹോളിക്ക് എന്താണ് പ്രശ്നം? ആ ആഘോഷം അതിലെ വഴിക്ക് പോകും. മുസ്ലിങ്ങളുടെ ജുമ അത് വെള്ളിയാഴ്ച 1-2 മണിക്കൂറിൽ കഴിയും. പിന്നെ എന്തിനാണ് ഈ കലാപക്കൊടികൾ ഉയർത്തുന്നത്? ഇത്രയും കാലം ഇന്ത്യയിൽ ഹോളിയുടെ ദിനങ്ങളിൽ ജുമ നമസ്കാരം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് വല്ലതും ഇന്ത്യക്ക് സംഭവിച്ചോ? പിന്നെന്തിനാണ് ഇപ്പോൾ ഒരു പ്രലാപം? നമ്മിൽ നിന്നും കെട്ടുപോകുന്ന സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ദീപശിഖ നാം കൂടുതൽ ദീപ്തമാക്കാനല്ലേ നോക്കേണ്ടത്? ഈ വർഗീയതയുടെ തീക്കുരുപ്പുകൾ കേരളത്തിൽ അല്പാൽപമായി ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ മർദ്ദിക്കുന്നതിലും തറാവ് നമസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന മുസ്ലിം
നാം നന്നാവാൻ ശ്രമിച്ചില്ലെങ്കിൽ, ഇനിയും നാം സഹോദര്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും?